മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിയമപരമായും രാഷ്ട്രീയമായും തമിഴ്നാട് നേടിയെടുത്ത മേൽക്കൈയോട് സൗഹാർദ്ദപരമായാണ് LDF സർക്കാർ പ്രതികരിച്ചത്. നദീജല വിഷയത്തിൽ തമിഴ്നാടിനോട് നല്ല ബന്ധം പുലർത്തി തർക്കം പരിഹരിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട ജലം നൽകുന്നില്ലെന്ന് മാത്രമല്ല, നൽകുന്നതിൽ നിന്ന് ചോർത്തിയെടുക്കുക കൂടി ചെയ്യുകയാണ്. നമുക്ക് ഒരു വർഷം 7.25 വെള്ളം ടീംസ് വെള്ളം തരേണ്ടതാണ്. അതിൻ്റെ ഒരു 1/4 പോലും തന്നിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് അളന്നു തന്ന വെള്ളം തമിഴ്നാട് കർഷകർ ചോർത്തിയെടുക്കുകയാണ്. ഭാരതപ്പുഴയുടെ വരൾച്ചയ്ക്ക് പ്രധാന കാരണം പറമ്പിക്കുളം വലിയ എഗ്രിമെൻ്റാണ്. കഴിഞ്ഞ ദിവസം അഡീഷണൽ ചീഫ് സെക്രട്ടറി VJ കുര്യൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരമുള്ള വെള്ളം നൽകുന്നത് സംബന്ധിച്ച് ഒരു ഉറപ്പും നൽകിയില്ലെന്ന് മാത്രമല്ല, ശിരുവാണി അണക്കെട്ടിൽ അവശേഷിക്കുന്ന വെള്ളം കൂടി വിട്ടു നൽകണമെന്ന പുതിയ ആവശ്യം കൂടി ഉന്നയിക്കുകയാണ് തമിഴ്നാട് ചെയ്തത്. ഭവാനി പുഴയിൽ കേരളം നടത്തുന്ന ചെക്ക് ഡാം നിർമ്മാണം നിർത്തിവെക്കണമെന്നും തമിഴ്നാട് ആവശ്യപ്പെടുന്നു. അട്ടപ്പാടി ഇറിഗേഷൻ പദ്ധതിക്കെതിരെ തമിഴ്നാട് കോടതിയെ സമീപിച്ചിരിക്കുന്നതിനാൽ ആ പദ്ധതിയും നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭവാനി നദിയിലെ വെള്ളം ഉപയോഗിച്ചായിരുന്നു ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തത്. മീഡിയ 1 പാലക്കാട്.